ഈ അടുത്തിടെ ഇപ്പം വളരെ സെൻസേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻറ്റ് ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയുള്ള ആളുകളെ ഒരു വലിയ ഷോയിലേക്ക് കൊണ്ടുവരുന്നതും നോർമലൈസ് ചെയ്യുന്നതും ശരിയല്ല, അത് കുട്ടികൾ കാണുന്ന ഷോയാണ് എന്ന് പറയുമ്പം അങ്ങനെയുള്ളവരെ സമൂഹത്തിൽ നിന്ന് ഇപ്പോഴും മാറ്റി നിർത്തി കാണുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവരെ സപ്പോർട്ട് ചെയ്തും സോഷ്യൽ മീഡിയയിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം കാതലിനെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ ആ സമയത്ത് കാതൽ ഇറങ്ങി മലയാളത്തിൽ തന്നെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു റിവ്യൂവർ അതിനെപ്പറ്റി റിവ്യൂ ചെയ്ത സമയത്ത് ഈ വിഷയം ഇനിയും സംസാരിക്കേണ്ടതില്ല, ഇതെല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞു എന്നൊരു അഭിപ്രായം പ്രകടിപ്പിച്ച് കണ്ടിരുന്നു. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇനിയും കുറേ അധികം ആളുകൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. കാതൽ പോലെയുള്ള സിനിമകൾ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്, ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് സിനിമ തന്നെ ഉണ്ടാവുന്നത്. പിന്നെ ഈ പറഞ്ഞ റിഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാ കാലഘട്ടത്തും ഉണ്ട് അല്ലേ? തീർച്ചയായും. നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഇന്ന സമയത്ത് പോലും ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങൾ വളരെ പ്രോഗ്രസീവ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ പോലും വേറൊരു പറ്റം ആൾക്കാർ ഭയങ്കര പിന്നോട്ടായിരിക്കും ചിന്തിക്കുന്നത്. ഇത് എല്ലാ കാലത്തും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെ ഉണ്ടാവുമായിരിക്കും. അതിനെ എന്താ പറയാ, മെല്ലെ മെല്ലെ അത് കുറെ മാറി മാറി വരും. അജ്ഞതയാണ് കാരണം. അത് ബോധമില്ലാത്ത തീർച്ചയായിട്ടും മനുഷ്യരാണ് അവർ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാനേ പറ്റുകയുള്ളൂ. കുറെയൊക്കെ സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നു. കാരണം ഇപ്പൊ എന്റെ ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ള പലരും പോലും അങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഈ പുറത്തൊക്കെ നിന്ന് വളരുന്ന ആളുകൾ പോലും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്ന് പലപ്പോഴും കാണുന്ന എനിക്ക് സർപ്രൈസിങ് ആയിട്ട് തോന്നാറ്. നമുക്ക് ബോധം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്താശേഷി ഉള്ള ചിന്തിക്കാൻ പറ്റുന്ന അതായത് ഈ മനുഷ്യരുടെ കുറ്റമല്ലത്. അതായത് താങ്കളുടെ പ്രായത്തിലോ അതിനും ചെറിയ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ബോധം ഉണ്ടാവാൻ സാധ്യത ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന അവരെ ചൂസ് ചെയ്തതല്ല. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ മാറി ചിന്തിക്കുന്ന എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സാമാന്യ ബുദ്ധിയും അല്ലെങ്കിൽ നമുക്ക് കാഴ്ചപ്പാടുകൾ തെറ്റാണെങ്കിൽ തിരുത്താനൊക്കെയുള്ള ശേഷിയുള്ളതുകൊണ്ടാണ് നമ്മളതെന്ന് തോന്നുന്നത്. അപ്പം നമുക്ക് അവരുടെ സാഹചര്യങ്ങൾ മാറ്റിയാൽ മതി. അവരുടെ വീടോ അല്ലെങ്കിൽ അവരുടെ പഠിച്ചതോ തീർച്ചയായിട്ടും മൊത്തത്തില് മതവും എല്ലാം അതിൻ്റെ അകത്ത് പാർട്ടാണ്. അങ്ങനെ ഉണ്ടാകുന്ന ബോധമില്ലായ്മ നമുക്ക് ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അത് നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ മാറി വരട്ടെ.